ഓ കഴിഞ്ഞ വീഡിയോയിൽ ബ്രഹ്മത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഇനി ഈ വീഡിയോ ഒരു മനുഷ്യൻ്റെ കർമ്മത്തെപ്പറ്റിയ ഈ പറയുന്ന മൊത്തവും വരികൾ ജ്ഞാനപ്പാനയിലുള്ളതാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ക്ഷമമറ്റങ്ങും സാധിയ നിർണയം. കർമ്മം എടുക്കാൻ വേണ്ടിയിട്ടും ഭൂമി വന്നേ പറ്റൂ, കർമ്മത്തെ നശിപ്പിക്കാനും വേണ്ടിയിട്ടും ഭൂമിയിൽ വന്നേ പറ്റൂ. അങ്ങനെ കർമ്മത്തെ നശിപ്പിക്കാനായിട്ട് അദ്ദേഹം 9 അവതാരങ്ങൾ എടുത്തിട്ടും വന്നു. കർമ്മപാശത്തെ ലംഘിക്കുകയെന്നത് ബ്രഹ്മാവിനു പോലും എളുതല്ല നിർണയം. ഒരു ദിവസത്തെ ആയുസ് കൂട്ടാക്കത്തില്ല, ഒരു ദിവസത്തെ ആയുസ് കുറയ്ക്കാനും ഒക്കത്തില്ല. കിമലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയെന്നെത്ര നേടുന്നു കർമ്മങ്ങൾ. ഓരോരോ ജീവന്മാർ ഓരോ ശരീരത്തുണ്ട്. അത് ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ നേടുന്നു. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയെന്നെത്ര നേടുന്നു ജീവന്മാർ. ഓരോരോ ജീവന്മാർ ഓരോരോ ശരീരത്തിൽ നിന്ന് സീമയില്ലാതോളം കർമ്മങ്ങൾ ചെയ്യുന്നു. സീമ കുറച്ചും ചെയ്യുന്നു, കൂടുതലും ചെയ്യുന്നു, മീഡിയത്തിലും ചെയ്യുന്നു. അതാണ് പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. ചിന്തിച്ചിടവിനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കിൽ പിറക്കുന്നു. അവസാനത്തെ കർമ്മം വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. നമ്മുടെ കർമ്മം തീരുമ്പോൾ നമ്മൾ തന്നെത്താനെ താഴെ വീഴും. അതോടെ തീർന്ന്. കർമ്മം തീരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ കർമ്മത്തെ നശിപ്പിക്കാനായിട്ട് ഇവിടെ വരുന്നത്. അത് ജ്ഞാനപ്പാന. ഇതെല്ലാം ജ്ഞാനപ്പാനുള്ള വരികളാണ്. ഈ ജ്ഞാനപ്പാനയിൽ അവസാന 80 ശ്ലോകങ്ങൾ, 320 വരി, അതിലൊരു ശ്ലോകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് അടുത്ത വീഡിയോ പറയാം.